ചില വാർത്തകൾ നമ്മൾ വായിക്കുകയല്ല, നിശബ്ദമായി സഹിക്കുക തന്നെയാണ്. ഇത് അത്തരത്തിലൊരു വാർത്തയാണ്. വാക്കുകൾ പോലും വ്യക്തമായി പറയാൻ പറ്റാത്ത പ്രായം, സ്നേഹം സുരക്ഷയും ആവശ്യമുള്ള ഒരു പ്രായം, ലോകത്തെക്കുറിച്ച് ഒന്നും അറിയാത്തൊരു പ്രായം. പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഒരു പിഞ്ചു കുഞ്ഞ്, വെറും 18 മാസം പ്രായമുള്ള പിഞ്ചു കുഞ്ഞിന് നേരെയാണ് ലൈംഗികാതിക്രമം നടന്നിട്ടുള്ളത്. അതിനുശേഷം ഈ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങിയതായി വാർത്ത വരുന്നു. കുഞ്ഞിന്റെ കുടുംബവുമായി ബന്ധമുള്ള 17 വയസ്സുകാരനെയാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഒരു കുഞ്ഞിന്റെ ജീവിതം അവസാനിപ്പിച്ച ഒരു ക്രൂരതയ്ക്കപ്പുറം ഈ ഒരു സംഭവത്തിന് നമ്മളോട് ഏറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമ്മുടെ കുട്ടികൾ നമ്മുടെ വീട്ടിലും നമുക്ക് പരിചിതമായ ആളുകൾക്കിടയിലും എത്രമാത്രം സുരക്ഷിതരാണ് എന്നുള്ള കാര്യം. പോലീസ് പറയുന്നതിനനുസരിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പ്രതി, അതായത് ഈ കുഞ്ഞിനെ ഈ മരണത്തിലേക്ക് തള്ളിവിട്ട ഈ 17 വയസ്സുകാരൻ ഇടയ്ക്കിടെ ഈ വീട്ടിൽ സന്ദർശിക്കുന്ന ഒരു ആളാണെന്നുള്ളതും കുഞ്ഞിനെ ഇടയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടെന്നും വ്യക്തമാകുന്നു. കൃത്യം നടന്ന അതേ ദിവസം ഈ കുഞ്ഞിന്റെ ഏറ്റവും ക്രൂരമായ മരണത്തിന് ഇടവരുത്തിയ ആ ദിവസവും ഇതുപോലെ ഈ 17 വയസ്സുകാരൻ കുഞ്ഞിനെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുള്ളതായിട്ട് തെളിയുന്നു. തിരികെ കൊണ്ടുവന്ന ഈ ബന്ധു എന്ന് പറയുന്ന ഈ പ്രതി കുട്ടിയെ തിരിച്ച് വീട്ടിലെത്തിച്ചപ്പോഴത്തേക്കും കുട്ടി അബോധാവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുത. ഇതിൽ നിന്ന് നമ്മൾ എന്തും മനസ്സിലാക്കണം. നമ്മളുടെ കുട്ടിയെ പൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഹെൽത്തി ആയിട്ട് പുറത്തേക്ക് കൊണ്ടുപോയിട്ട് തിരിച്ചു കൊണ്ടുവരുന്നത് അബോധാവസ്ഥയിലും ഷർദിലായിട്ടും മറ്റു പല അസുഖങ്ങളായിട്ടും നമ്മൾ വളരെയധികം ഒരു പാരന്റ് എന്നുള്ള രീതിയിലും എല്ലാ അർത്ഥത്തിലും നമ്മളെ കൂടുതൽ കരുതേണ്ട ഒരു കാര്യമല്ലേ എന്നുള്ള ഒരു ചോദ്യം ഇവിടെ മുളച്ചിരിക്കുന്നുണ്ട്. ആദ്യം ഈ കുഞ്ഞിന് എന്തോ അസുഖമാണെന്നുള്ളതാണ് ആദ്യം വീട്ടുകാർ ധരിച്ചിട്ടുള്ളത്. പിന്നീട് കുട്ടിയുടെ ആരോഗ്യാവസ്ഥ കൂടുതൽ ഗുരുതരാവസ്ഥയിലോട്ട് പോയി. അതിനുശേഷം ഹോസ്പിറ്റലിലോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്ന വഴിയിൽ ആ കുഞ്ഞ് മരണപ്പെടുന്നു. ഒന്ന് ആലോചിക്കണം, 15 മാസം എന്നും 18 മാസം എന്നും എല്ലാം പല റിപ്പോർട്ടുകളിലും ഈ കുഞ്ഞിന്റെ പ്രായത്തെ കണക്കാക്കിയിട്ട് വരുന്നുണ്ട്. എന്ത് തന്നെയാണെങ്കിലും ഈ ഒരു പ്രായത്തിൽ ഒരു കുട്ടിക്ക് ഭയം എന്താണെന്ന് പോലും അറിയാത്തൊരു പ്രായം അല്ലേ? ഈ ഒരു പ്രായത്തിൽ ഒരു കുട്ടി വിശ്വാസം എന്ന് പറയുന്ന ഒരു സംഭവത്തെ മാത്രമായിരിക്കും ആ കുട്ടിക്ക് അറിയുക. അത്രയ്ക്കും വിശ്വാസമുള്ള ഒരു കരങ്ങളിൽ നിന്നാണ് ഈ കുട്ടി ഇന്ന് മരണത്തെ, ക്രൂരമായ പീഡനത്തെ തുടർന്ന് മരണത്തെ ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്. ഒരു പിഞ്ചു കുഞ്ഞ് ഒരു പരിചിതമായ മുഖം കണ്ടു കഴിഞ്ഞാൽ ആദ്യം എന്താണ് ചെയ്യുക? ആ കുട്ടി കൈ നീട്ടും അല്ലേ? അത്രയേറെ ഇഷ്ടത്തോടെയും വിശ്വാസത്തോടെയും നീട്ടുന്ന ആ കൈകൾ തന്നെയല്ലേ ഇന്ന് അറുത്തു മാറ്റിയത്? ആ വിശ്വാസമാണ് ഇന്നിവിടെ തകർക്കപ്പെട്ടത്. ആ കുട്ടിയുടെ ഒരു വിശ്വാസവും ഒരു കുട്ടിയുടെ ബാല്യവും ക്രൂരമായ ചെയ്തികൾ കൊണ്ട് തകർത്തെറിഞ്ഞിരിക്കുന്നു. ഒരു കുഞ്ഞിന് സുരക്ഷിതമായി ഉറങ്ങാൻ പറ്റാത്ത വീടുകൾ, ഒരു കുഞ്ഞിന് പരിചിതമായ ആളുകളെ പോലും ഭയത്തോടെ സമീപിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം. തീർച്ചയായിട്ടും ഇതൊരു സമൂഹത്തിന്റെ പരാജയം തന്നെയാണ്. സ്ഥലങ്ങളുടെ പേരുകൾ മാത്രമേ ഇവിടെ മാറുന്നുള്ളൂ. നിരന്തരമായി ഇന്ത്യയിലാണെങ്കിലും പാകിസ്ഥാനിലാണെങ്കിലും എന്തിന് നമ്മൾ ജീവിക്കുന്ന നമ്മുടെ സംസ്ഥാനമായ കേരളത്തിലാണെങ്കിൽ പോലും കുറ്റകൃത്യങ്ങൾ ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കുകയാണ്. എവിടെയും സംഭവിക്കുന്നത് ഇതുപോലെയുള്ള ഒരു മനുഷ്യ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന തരത്തിലുള്ള കുറ്റകൃത്യങ്ങൾ. കുറ്റവാളിക്ക് ഇവിടെ ശിക്ഷ മാത്രം മതിയോ? കുട്ടികളെ സംരക്ഷിക്കുന്ന സംവിധാനങ്ങൾ നമ്മൾ ഒന്നുകൂടെ ശക്തമാക്കണം. മാതാപിതാക്കൾ തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കണം. എന്തിന് നമ്മുടെ സമൂഹം കാലാകാലങ്ങളായി പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മൗനം എന്നേക്കുമായി അവസാനിപ്പിക്കണം. കുഞ്ഞുങ്ങളുടെ സുരക്ഷ കേവലം ഒരു വാർത്തയല്ല, അതൊരു സമൂഹത്തിന്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണെന്ന് നമ്മൾ വിശ്വസിക്കണം. ഇന്നിവിടെ പീഡിപ്പിക്കപ്പെട്ട് വളരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് മരണം ഏറ്റുവാങ്ങിയത് വെറും 18 മാസം പ്രായമുള്ള ഒരു പിഞ്ചു കുഞ്ഞാണ്. ഒരു കാര്യം കൂടെ ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് ചോദിക്കാനുണ്ട്. സ്ത്രീകളുടെ വസ്ത്രധാരണവുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും ഇതുമായി ബലാത്സംഗങ്ങളും പലതരത്തിലുള്ള കുറ്റകൃത്യങ്ങളും നടക്കുന്നതിന് കാരണമാണെന്ന് ചൂണ്ടിക്കാണിക്കുന്ന ആളുകളുണ്ട്. അവരൊരു പിഞ്ചു കുഞ്ഞിന്റെ മരണത്തിന്, ഈ ഒരു പിഞ്ചു കുഞ്ഞിനെ ഇത്രയും ക്രൂരമായി കൊന്നുകളയാൻ പാകത്തിന് ആ പിഞ്ചു കുഞ്ഞിന്റെ വസ്ത്രധാരണത്തിലായിരുന്നോ പ്രശ്നമുണ്ടായിരുന്നത്? തീർച്ചയായിട്ടുമല്ല. ഒരു ലൈംഗികാതിക്രമത്തിൽ ഇരയുടെ വസ്ത്രധാരണത്തിനോ രീതിക്കോ ആണ് കുറ്റം എന്ന് ആരോപിക്കുന്ന ആ പ്രവണതകൾ നമ്മൾ മാറ്റിവെക്കണം. കുറ്റകൃത്യത്തിന് കാരണം ഒരിക്കലും ഇരയുടെ വസ്ത്രമല്ല, കുറ്റം ചെയ്യുന്ന വ്യക്തിയുടെ തീരുമാനവും അധികാര ദുരുപയോഗവും അതിനു പിന്നാലെ സപ്പോർട്ടിംഗ് ആയിട്ട് വരുന്ന സാമൂഹിക പരിസ്ഥിതികളുമാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടതും അന്വേഷിക്കേണ്ടതും. ഇവിടെ ഇപ്പോൾ കുട്ടികളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് പോലും ഒരു ചർച്ചയും കാര്യങ്ങളും സംഭവിച്ചേക്കാം. എന്നാൽ ആ ചർച്ചകളെല്ലാം മാറ്റി നിർത്തി കുട്ടികൾ എങ്ങനെ ഇതുപോലെയുള്ള ക്രൂരമായ ചൂഷണത്തിന് ഇരയായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു അന്വേഷണമാകാം. ഒരു കുഞ്ഞിനെ സംരക്ഷിക്കാൻ പോലും നമുക്ക് കഴിയാത്തിടത്ത് ഒരു സമൂഹത്തിന്റെ സുരക്ഷിതത്വത്തെക്കുറിച്ച് എന്താണ് നമുക്ക് സംസാരിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാവുക എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായി നമ്മൾ ആലോചിക്കണം. നമ്മുടെ മക്കളെ നമുക്ക് പരിചിതമാണെന്ന് തോന്നുന്ന ആളുകളിൽ നിന്നും നമുക്ക് പരിചയമില്ലാത്ത ആളുകളിൽ നിന്നും അവരുടെ മുഖത്ത് നമ്മൾ കാണുന്ന വാത്സല്യം നമ്മൾ കാണുന്ന സമയത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായിട്ടും നമ്മളൊന്ന് മാറിക്കഴിയുമ്പോൾ നമ്മുടെ മക്കളുടെ അടുത്ത് ഈ പരിചിതരും അപരിചിതരും എങ്ങനെയായിരിക്കും നമ്മുടെ കുട്ടികളെ കൈകാര്യം ചെയ്യുക, നമ്മുടെ കുട്ടികളുമായി ഇടപഴകുക എന്നുള്ള വലിയൊരു അലേർട്ടോടുകൂടിയും ജാഗ്രതയോടുകൂടിയും ഓരോ മാതാപിതാക്കളും ഇന്നുണ്ടാവാൻ. തീർച്ചയായിട്ടും ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കാതെ, നമ്മൾ ഒരിക്കലും കാണാൻ ആഗ്രഹിക്കാതെ, കേൾക്കാൻ ആഗ്രഹിക്കാത്ത വാർത്തകളാണ് നമുക്ക് ചുറ്റിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. വെറും 18 മാസം പ്രായമായ ആ പിഞ്ചു കുഞ്ഞിനെ ഈ 17കാരനും കൂട്ടാളികളും ചേർന്ന് അതിക്രമിച്ച് പീഡിപ്പിച്ച് കൊല്ലുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, നമ്മുടെ സമൂഹവും നമ്മുടെ ഏത് രാജ്യമാവട്ടെ, ഏത് സംസ്ഥാനമാകട്ടെ, എന്തുമാകട്ടെ, നമുക്കിടയിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ഒരേപോലെയുള്ള വാർത്തകളാണ്, ഒരേപോലെയുള്ള കുറ്റകൃത്യങ്ങളാണ്. നീതിക്ക് വേണ്ടിയിട്ട് ഒരു കുറ്റകൃത്യം സംഭവിച്ചിട്ടല്ല നമ്മൾ നീതിക്ക് വേണ്ടിയിട്ട് അലേർട്ട് ആവേണ്ടത്. ഒരു കുറ്റകൃത്യം സംഭവിക്കുന്നതിന് മുൻപേ തന്നെ നമ്മുടെ എല്ലാം ഓരോ അവകാശത്തെക്കുറിച്ചിട്ടും സംരക്ഷണത്തെക്കുറിച്ചും നമ്മൾ എല്ലാവരും ബോധവാന്മാരാകണം.